മാളു, കാര്യം അറിയാതെ താൻ വെറുതെ വാശി പിടിക്കുക. വാശി പിടിക്കുന്ന ഡോക്ടറാ ഞാൻ മാത്രമല്ല. നമ്മൾ ഈ ട്രിപ്പ് പോണെന്ന് അച്ഛനും അമ്മയും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ നമുക്ക് വേണ്ടി ഇത്രയും ഫെസിലിറ്റീസ് അവർ അറേഞ്ച് ചെയ്തു തന്നത്. ഇപ്പൊ വേറെ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് ഡോക്ടർ അതും മുടക്കാൻ നോക്കുക. എന്ന് വെച്ചാ ഞാൻ മനഃപൂർവ്വം അതിനെ ശ്രമിക്കുന്നു എന്നാണോ താൻ പറഞ്ഞു വരുന്നത്? സമ്മാനം തരുമ്പോ അത് സ്വീകരിക്കുന്ന ആളുടെ സൗകര്യവും താല്പര്യവും ഒക്കെ നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. മിനിമം അത്രയെങ്കിലും കോമൺ സെൻസ് തന്റെ അച്ഛനും അമ്മയ്ക്കും കാണിക്കായിരുന്നില്ലേ? അത് ശരി. അപ്പൊ എന്റെ അച്ഛനും അമ്മയ്ക്കും കോമൺ സെൻസ് ഇല്ലാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്. ഒരാൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുമ്പോ സ്ഥലവും സമയവും സൗകര്യവും ഒക്കെ മുൻകൂട്ടി അറിയിക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഇതൊന്നും അല്ല കാര്യം. എന്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്താലും ഡോക്ടറുടെ കണ്ണിൽ അതൊക്കെ കുറ്റമായിട്ടേ വരൂ. അവര് പറയാതെ വന്നത് കുറ്റം, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നത് അതിലും വലിയ കുറ്റം. ബേസിക്കലി ഡോക്ടർക്ക് അവരെ ഇഷ്ടമല്ല, അതെന്നെ കാര്യം. എടോ, താൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഞാൻ പറയുന്നതാണോ കുറ്റം? ഡോക്ടർ കൊടുക്കത്തെ ഈഗോയാ, അതാ സത്യം. മോളു, ജോബിൻ, എന്താ പ്രശ്നം? നോക്കമ്മേ, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു മലേഷ്യൻ ട്രിപ്പ് അറേഞ്ച് ചെയ്തു. നേരത്തെ ലീവ് റെഡിയാക്കാൻ ആവശ്യത്തിന് സമയമുണ്ടിപ്പോ. പക്ഷെ ഡോക്ടർക്ക് അത് ബുദ്ധിമുട്ടാണെന്ന്. കാരണം ടിക്കറ്റ് അറേഞ്ച് ചെയ്തത് എന്റെ അച്ഛനാണല്ലോ. ആ സൗജന്യം സ്വീകരിക്കാൻ ഡോക്ടറുടെ ഈഗോ അനുവദിക്കുന്നില്ല. അതിനുവേണ്ടി ലീവില്ലെന്നൊക്കെ ലെയിം എക്സ്ക്യൂസസ് പറയുക. അതെനിക്കറിയാം. നടക്കട്ടെ, ഡോക്ടറുടെ ഇഷ്ടം മാത്രം നടന്നാൽ മതിയല്ലോ. സന്തോഷം. ജോബിൻ, എന്താണ് നീ ഇങ്ങനെ? എന്തിനാ നീ ആ പാവത്തിനെ സങ്കടപ്പെടുത്തുന്നേ? മമ്മി, ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ ഞാൻ ഇതുപോലെ ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നത്. ആ ലീവ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാ. മറ്റൊരാളുടെ ഡ്യൂട്ടി കൂടി ഞാനിപ്പോ ഏറ്റെടുത്തത്. എന്നിട്ട് നീ എന്താ ആ കാര്യം മാളുവിനോട് പറയാത്തത്? അത് സമയമാവുമ്പോ പറഞ്ഞ മാളുവിന് സന്തോഷമാവുമല്ലോ എന്ന് കരുതി. എങ്കിലേ ഇപ്പൊ അത് അവളോട് പറയാനുള്ള സമയമായി. എന്നിട്ട് രണ്ടുപേരും കൂടി ആലോചിച്ചൊരു തീരുമാനമെടുക്ക. അല്ലാതെ അതിന്റെ പേരിൽ അവളെ സങ്കടപ്പെടുത്തുകയല്ല വേണ്ടത്. കഴിയുമെങ്കിൽ മുരളി അറേഞ്ച് ചെയ്ത ആ ഡേറ്റിൽ തന്നെ ആ യാത്ര പ്ലാൻ ചെയ്യേ. അല്ലെങ്കിൽ നിന്റെ സൗകര്യത്തിന് മുരളിയെ കൊണ്ട് തന്നെ ആ ടിക്കറ്റ് മാറ്റി ബുക്ക് ചെയ്യിച്ചാൽ മതിയല്ലോ. ജോബിൻ, നിൽക്ക്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം നിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ദേഷ്യപ്പെടലുണ്ടല്ലോ, അത് വേണ്ട. മനസ്സിലായല്ലോ ജോബിന്? ഹലോ ഹലോ, ഗീതലക്ഷ്മി ഉറങ്ങിയോ? ഞാൻ വിളിച്ചത് ശല്യമായില്ല എന്ന് കരുതുന്നു. ഇത്രയൊക്കെ ഫോമലാവേണ്ട കാര്യമുണ്ടോ വി പി? ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ് വിളിക്കുന്നതെന്ന് അറിയിക്കാനാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. വി പി വിളിച്ച കാര്യം പറയും. നമ്മൾ തമ്മിലുള്ള എല്ലാ ഇടപാടുകളും ഞാൻ വളരെ ഭംഗിയായി സെറ്റിൽ ചെയ്തല്ലേ ഗീതാലക്ഷ്മി? ഇടപാടെന്ന് വി പി ഉദ്ദേശിച്ചത് 26 വർഷം ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ചാണോ? അതങ്ങനെ എളുപ്പത്തിൽ കണക്ക് പറഞ്ഞ് സെറ്റിലാവുന്ന ഒരു ഇടപാടായിട്ടാണ് വി പിക്ക് തോന്നിയെങ്കിൽ സോറി, എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ ഒരു ബന്ധത്തിന്റെ നിർവചനം ചോദിച്ചല്ല ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചത്. ശരി, വി പിക്ക് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് നമ്മൾ പിരിയുന്നതെന്ന് താൻ സൈൻ ചെയ്തെന്ന ഡോക്യുമെന്റ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥ പ്രകാരം താനോ തൻ്റെ മകളോ
എൻ്റെ ഭാവി ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു ബാധ്യതയാകാൻ ശ്രമിക്കില്ല എന്നുള്ളൊരു ഉടമ്പടിയുണ്ട്. ആ ഉറപ്പാണ് തന്റെ നശിച്ച സന്താനമായിട്ട് തെറ്റിക്കാൻ ശ്രമിക്കുന്നത്. അത് താനും കൂടി അറിഞ്ഞുകൊണ്ടുള്ള പ്ലാനാണെന്ന് അറിയാനാണ് ഞാൻ വിളിച്ചത്. ഗീതാലക്ഷ്മി ദിവ്യഗർഭം ധരിച്ച് പ്രസവിച്ച കുട്ടിയൊന്നും അല്ല അപ്പു. എനിക്ക് മനസ്സിലായില്ല. അല്ല, ആ നശിച്ച സന്തതി എൻ്റെ മാത്രമാണെന്ന് VP സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഇനി VPക്ക് എന്താ അറിയേണ്ടത്? അപ്പു അവിടെ വന്നതും നിങ്ങളോട് സംസാരിച്ചതുമൊക്കെ എൻ്റെയും കൂടെ അറിവോടെയാണോന്നല്ലേ? വെച്ച് നീട്ടിയ ഔദാര്യം പോലും വേണ്ടാന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി അന്തസ്സായിട്ട് പറഞ്ഞ സ്ത്രീയാ ഞാൻ. അങ്ങനൊരാൾ ജീവനാംശം പറ്റാൻ മകളെ പറഞ്ഞ് ഭർത്താവിൻ്റെ അടുത്തേക്ക് വിടുമെന്ന് VPക്ക് തോന്നുന്നുണ്ടോ? അപ്പു നിങ്ങളെ കണ്ടതും സംസാരിച്ചതൊന്നും എൻ്റെ അറിവോടല്ല VP. എനിക്കതിലൊരു റോളും ഇല്ല. റോൾ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, എന്നെ തിരഞ്ഞിവിടെ ആരും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരവകാശത്തിൻ്റെയും പേരിൽ ആർക്കും അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ അനുവദിച്ചു കൊടുത്തിട്ടുമില്ല. എൻ്റെ സ്വകാര്യതയ്ക്ക് വേണ്ടിയാ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ തങ്ങുന്നത്. അവിടെയും വലിഞ്ഞു കയറി വന്ന് എൻ്റെ സ്വസ്ഥത നശിപ്പിക്കാനാണ് തൻ്റെ സന്തതിയുടെ ഉദ്ദേശമെങ്കിൽ ഇനിയും അതങ്ങനെ വകവച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. എന്നെ പാഠം പഠിപ്പിക്കുന്നോ തുറങ്കിലടയ്ക്കുന്നോ ഒക്കെ ഭീഷണിപ്പെടുത്തിയാണ് തൻ്റെ അപ്പുമോൻ ഇവിടുന്ന് പോയിരിക്കുന്നത്. ഇനിയും ഇതുപോലെ വലിഞ്ഞു കയറി വന്ന് ഷോ കാണിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിക്കുന്നത് പറഞ്ഞേക്കണം തൻ്റെ ആ പുന്നാര മോനോട്. ആരെയും ഉപദ്രവിക്കാൻ ഞാൻ വരുന്നില്ലല്ലോ ഗീത. പിന്നെ എന്തിനാണ് എൻ്റെ മനസ്സമാനം തകർക്കാനായി ശ്രമിക്കുന്നത്? എങ്ങനെയെങ്കിലും ഞാനൊന്ന് ജീവിച്ചു പോയിക്കോട്ടെ പ്ലീസ്. എന്തുപറ്റിയോടോ? എന്നോട് പിണങ്ങിയിരിക്കുകയാണോ? എനിക്കാരോടും പിണക്കൊന്നുമില്ല. പക്ഷേ ഈ മുഖം കണ്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നുന്നത്. എന്റെ മുഖം ഇങ്ങനെയായി പോയതിന് ഞാനെന്ത് ചെയ്യും? അതും എന്റെ അച്ഛനമ്മമാരുടെ കുറ്റം കൊണ്ടായിരിക്കും. ഓ, അപ്പൊ അതാണല്ലേ കാര്യം. എടോ, കൊച്ചു കുട്ടികളെക്കാളും കഷ്ടമാണല്ലോ തന്റെ കാര്യം. ഇങ്ങനെ സില്ലി കാര്യങ്ങൾക്ക് വേണ്ടി താൻ ഇങ്ങനെ പിണങ്ങാനും പരിഭവിക്കാനും തുടങ്ങിയ എങ്ങനെയാ? എനിക്കറിയാം എന്റെ വീട്ടുകാരെ ഡോക്ടർ കൊട്ടും ഇഷ്ടമല്ല. എന്ന് ആര് പറഞ്ഞു? അല്ലെങ്കിൽ പിന്നെ അവരെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കില്ലല്ലോ. എടോ, താൻ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. മാളു കരുതുന്ന പോലെ എനിക്ക് അവരോട് ദേഷ്യമോ പിണക്കോ ഒന്നുമില്ല. മാത്രമല്ല, ആന്റിയെ അങ്കിളിനെയും മുത്തശ്ശിയൊക്കെ എനിക്ക് ഇഷ്ടവും ബഹുമാനവും ഒക്കെയാണ് താനും. ചുമ്മാ കള്ളം പറയല്ലേ. എന്നിട്ടാണോ അവരിന്ന് വന്നിട്ടും ഹോസ്പിറ്റലിൽ നിന്നൊന്ന് വരാതെ പോലെ ഇരുന്നത്? ഡോക്ടർ വരുമെന്ന് വിചാരിച്ച് അവർ കുറെ വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്യണ്ടെന്ന് ഞാൻ അങ്കിളിനോട് പറഞ്ഞാണല്ലോ. പിന്നെ എല്ലാരും കൂടി എന്നെ കാത്തു നിന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടോ, എൻ്റെ ഒരു ശീലം അങ്ങനെയാ. ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞ കേൾക്കുന്ന ആൾക്ക് അത് ശരിയായ സെൻസിൽ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുമ്പോൾ ആർക്കായാലും ഒരു മടുപ്പും ദേഷ്യമൊക്കെ തോന്നില്ലേ? അപ്പോ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ നമ്മുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ കാണില്ലേ? അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. അതൊന്നും താനൊരു വലിയ സംഭവമായിട്ട് എടുക്കണ്ട കേട്ടോ. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ഡോക്ടർ ഡ്യൂട്ടിക്ക് കയറി എന്നറിഞ്ഞപ്പോ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ അതൊരു ഷോക്കായി പോയി. അവരുടെ സങ്കടം അവരെന്നോടല്ലാതെ വേറെ ആരോട് പറയാനാ? ഞാനത് ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർക്ക് അതൊക്കെ ഒരു കുറ്റം പറച്ചിലായിട്ട് തോന്നിയാ പിന്നെന്ത് ചെയ്യും? മാളു, ഒരു ഡോക്ടർ എപ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും അയാളുടെ പ്രൊഫഷനെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ബോധവാനായിരിക്കണമെന്നാണ് എൻ്റെ പക്ഷം. വളരെ മുമ്പേ ഫിക്സ് ചെയ്തിരുന്ന ഒരു മേജർ സർജറി ഇന്ന് ആ ഹോസ്പിറ്റലിൽ നടന്നു. ആ സർജറിയിൽ താൻ കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന്
എൻ്റെ ചീഫ് പറഞ്ഞപ്പോൾ അതെൻ്റെ കരിയറിൽ കിട്ടിയ ഒരു ബഹുമതിയായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അപ്പൊ എൻ്റെ മനസ്സിൽ കല്യാണത്തിനോ എൻഗേജ്മെന്റിനോ റിസപ്ഷനോ ഒന്നും ഒരു സ്ഥാനം ഉണ്ടാവില്ല. നമ്മളിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ മുഖം മാത്രമേ മനസ്സിലുണ്ടാവൂ. പ്രൊഫഷന്റെ ഗ്ലാമറിനെക്കാളും അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് എൻജോയ് ചെയ്യാനാണ് എനിക്കിഷ്ടം. എന്നുവെച്ച് 24 മണിക്കൂറും ഡ്യൂട്ടിയും പ്രൊഫഷനെയും പറ്റി മാത്രം ചിന്തിക്കുന്ന ഒരു ബോറൻ ഭർത്താവൊന്നുമല്ല ഞാൻ. അടുത്ത മാസം ആദ്യം ഒരു 10 ദിവസത്തെ ലീവിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം സാങ്ഷൻ ആവുന്ന ലക്ഷണമുണ്ട്. ആ 10 ദിവസവും ഞാൻ കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. ഒന്നുകിൽ നമ്മളെല്ലാരും കൂടി, അല്ലെങ്കിൽ മമ്മിയെ തൻ്റെ വീട്ടിലാക്കി നമ്മൾ രണ്ടുപേരും തനിച്ചൊരു ടൂർ പോകുന്നു. അതെവിടെ വേണം, എങ്ങനെ വേണമെന്നൊക്കെ തനിക്ക് വിട്ടു തന്നിരിക്കുക. സത്യാണോ? എന്താ വിശ്വാസമായില്ലേ? പ്രോമിസ്. ഇപ്പൊ വിശ്വാസമായോ? എന്നാ പിന്നെ ഇക്കാര്യം നേരത്തെ പറയാറുന്നില്ലേ ഡോക്ടർക്ക്? തനിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ലേ. ഇനിയിപ്പോ ഏതായാലും പൊളിഞ്ഞല്ലോ. അപ്പോ ആണല്ലോ. ഒരു മിനിറ്റ്. ഹലോ അപ്പോ. ഹലോ, ഇതെവിടെയാണ് ഡോക്ടർ ബ്രോ? മണവാളന്റെ മണവാട്ടിയുടെ ഒരു അറിവില്ലല്ലോ. അത് തന്നെയാ എനിക്ക് തന്നോടും ചോദിക്കാനുള്ളത്. ഇങ്ങനെ കുറച്ചു പേര് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് വല്ല വിചാരമുണ്ടോ തനിക്ക്? അത് ശരി, ഇപ്പൊ എനിക്കായോ കുറ്റം? നിങ്ങളുടെ സ്വർഗത്തിൽ വെറുതെ കട്ടുറുമ്പാവണ്ടെന്ന് കരുതിയല്ലേ ഫോണിൽ പോലും ഞാൻ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നത്? ഉവ്വ്. ആ വലിയ മനസ്സിന് നന്ദിയുണ്ട് മാഷേ. അല്ല, എന്താ അപ്പൂന് പെട്ടെന്ന് വിളിക്കണം തോന്നിയത്? അതെ, നാളെ എന്താ രണ്ടുപേരുടെയും പ്രോഗ്രാം? നാളെ പ്രോഗ്രാം? എന്ത് പ്രോഗ്രാം? പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലെ ഹോസ്പിറ്റലിൽ പോകണം, അത് കഴിഞ്ഞ് തിരിച്ചു വരണം. ദാറ്റ്സ് ഓൾ. മാധവി ഇത് കഴിയും മുമ്പേ ഡ്യൂട്ടിക്ക് കയറിയോ? അത് മോശമായി പോയി കേട്ടോ. അത് നാളെ എൻ്റെ ഒരു പേഷ്യന്റിന്റെ റിവ്യൂ ഉണ്ട്. അത്യാവശ്യ കേസാ. എന്താടോ, നാളെ തൻ്റെ വകയായി ഞങ്ങൾക്ക് ട്രീറ്റ് വല്ലതും തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒരു ഉഗ്രൻ ട്രീറ്റ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നാളെയല്ല, പിന്നെ. വെറുതെ പ്രതീക്ഷിച്ചു. എവിടെ മാളു, നമ്മുടെ മണവാട്ടി? മാളു ഇവിടെ ഉണ്ട്. ഹോൾഡ് ചെയ്യേ, ഞാൻ കൊടുക്കാം. സോറി അപ്പോ, മാളു കിടന്നല്ലോ. നേരത്തെ ഒരു നേരിയ പനി പോലെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നോ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, എന്നാ വിശേഷങ്ങൾ നേരിട്ട് പറയാം. രണ്ടാളും കിടന്നു. ഗുഡ് നൈറ്റ്. അപ്പൂ, എന്താ അപ്പൂ, എന്താ നിനക്ക് പറ്റിയേ? എന്താ നിനക്ക് നല്ല പെയിൻ ഉണ്ടോ? കുറച്ച്. വേദന സഹിക്കാൻ വയ്യ, നീ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട അമ്മേ, സാരമില്ല, കുറച്ച് കഴിഞ്ഞ് ഓക്കെ ആയിക്കോളൂ. അപ്പൂ, അപ്പൂ വല്ലാതെ ബ്ലീഡ് ചെയ്യുന്നുണ്ടല്ലോ. നീ വന്നേ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട അമ്മ, അത് സാരമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. അമ്മ പോയിക്കോ, കിടന്നൊന്ന് ഉറങ്ങിയ ശരിയായിക്കോളും. അപ്പൂ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇതിങ്ങനെ നിസ്സാരമാക്കിയാൽ ശരിയാവില്ല.
നീ വേഗം റെഡിയാവ്. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഞാൻ ഒരു ടാക്സി അറേഞ്ച് ചെയ്യാം. നമുക്ക് പോയിട്ട് വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ. എനിക്ക് വേദന കുറവുണ്ട്. ഒന്ന് ഉറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അമ്മ പൊയ്ക്കോ. അപ്പോ നീ പറയുന്നത് പോലെ അല്ല. ബ്ലീഡിങ് നല്ല രീതിയിലുണ്ടെന്ന് തോന്നുന്നു. നീ ഒന്ന് പറയണ കേക്ക്. ഹോസ്പിറ്റലിൽ പോയിന്ന് വെച്ച് എന്താ ഇപ്പൊ പ്രശ്നം? ഈ രീതിയിൽ ഇങ്ങനെ തുടരുന്നത് വലിയ റിസ്ക്കാ അപ്പോ. പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ലേ? എനിക്കൊരു കുഴപ്പമില്ല. ഒന്ന് ഉറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അമ്മ ഒന്ന് പോയി തരുമോ പ്ലീസ്? ആ ഡോറൊന്ന് അടച്ചേക്ക്. അപ്പോ എന്തുറക്കാ അപ്പോ ഇത്? എഴുന്നേക്കുന്നില്ലേ? സമയം എത്രയെന്നാ വിചാരം? സമയം എത്രയമ്മ? ദാ ഞാൻ വല്ലാതെ ഉറങ്ങിപ്പോയോ? അത്രയ്ക്കൊന്നും ആയിട്ടില്ല. സമയം 8 മണി കഴിഞ്ഞതേ ഉള്ളൂ. മൈ ഗാഡ്, ഞാൻ അറിഞ്ഞതേ ഇല്ല. അമ്മ ഇപ്പൊ വിളിച്ചത് നന്നായി. നീ എപ്പോഴും എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തത്? രാത്രി ഞാൻ വന്ന് നോക്കുമ്പോ നല്ല ഉറക്കമായിരുന്നല്ലോ. പുലർച്ചെ എപ്പോഴും എഴുന്നേറ്റ് മേല് കഴുകി വന്ന് ഫ്രഷായി വന്ന് കിടന്നത് ഓർമ്മയുണ്ട്. പിന്നെ എഴുന്നേറ്റ് അതാ ഇപ്പോഴാ. സോറി അമ്മ. സോറിയോ? എന്തിന്? ഞാൻ ഇന്നലെ അമ്മയോട് ദേഷ്യപ്പെട്ടല്ലേ? ഓ, അതാണോ കാര്യം? അത് സാരമില്ല. ഈ സമയത്തുള്ള നിന്റെ ഇറിറ്റേഷനൊക്കെ എനിക്ക് പരിചയമുള്ളതല്ലേ. പിന്നെ അപ്പോ നിന്റെ ഈ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുത്തേ പറ്റൂ. ഇതിങ്ങനെ തുടർന്നാൽ ശരിയാവില്ല. അമ്മ ടെൻഷൻ ആവണ്ട, അതങ്ങ് മാറിക്കോളും. പിന്നെ മാറിക്കോളും. നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയല്ലോ. നല്ലൊരു ഡോക്ടറെ കണ്ടാലേ ശരിയാവുള്ളൂ. ഞാനൊന്ന് റെഡി ആവട്ടെ. നീ എവിടെ പോകുന്നു? രാവിലെ നന്ദൻ സാർ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇന്നലെ BP വിളിച്ചിരുന്നു. അത് പറയാനാ ഞാൻ വന്നത്. നിന്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടപ്പോൾ പിന്നെ അത് പറയാൻ തോന്നിയില്ല. BP എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പോ കാര്യങ്ങളുടെ പോക്ക്. നീ അവിടെ അന്വേഷിച്ചെന്നത് BPക്ക് ഒട്ടും ഇഷ്ടമായില്ല. BPയെ തൃപ്തിപ്പെടുത്താനല്ലല്ലോ ഞാൻ അവിടെ ചെന്നത്. എന്നിട്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞു? പറഞ്ഞത് ഇക്കാര്യം തന്നെ. നമ്മുടെ 2 പേരുടെയും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തന്നിട്ടാ ഇവിടുന്ന് പോയതെന്നും അതുകൊണ്ട് ഇനി മേലിൽ ആരും അന്വേഷിച്ച് ചെല്ലരുതെന്നും പറഞ്ഞു. ഇനി അച്ഛനെ ബുദ്ധിമുട്ടിക്കാനും ശല്യപ്പെടുത്താനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ അവിടെ നിന്ന് പോവുകയോ അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയോ ചെയ്യുമെന്ന്. ആഹാ, BPക്ക് അവളവ് ധൈര്യോ?
എങ്കിൽ അതൊന്ന് കാണണമല്ലോ.